രാഹുൽ ഗാന്ധിയെ പോലെ ഇത്രയും ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു എംപി ഇന്ത്യയിലില്ല. ഒരു ഉത്തരവാദിത്വവും ജനങ്ങളോടില്ലാത്ത ഒരു എംപിയാണ് രാഹുൽ ഗാന്ധി. BJP കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചിട്ടില്ല, മറിച്ച് കഠിനാധ്വാനം ചെയ്ത് രാഷ്ട്രീയത്തിൽ തങ്ങളുടേതായ ഇടം ഉണ്ടാക്കിയെടുത്തതാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുന്നു. കോൺഗ്രസിനെയും CPM-നെയും പോലെ രാഷ്ട്രീയ പ്രവർത്തനം ഒരു തമാശയായി അല്ല BJP കാണുന്നത്. വളരെ ഗൗരവത്തോടെയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തെ BJP നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരത്തിന് BJP സംസ്ഥാന അധ്യക്ഷനെ തന്നെ ഇറക്കിയിരിക്കുന്നത്. മാത്രമല്ല, എല്ലാ ശക്തിയും ഉപയോഗിച്ച് പോരാടുമെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ കടുത്ത വിമർശനങ്ങളാണ് കെ സുരേന്ദ്രൻ ഉന്നയിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ പോലെ ഇത്രയും ഉത്തരവാദിത്വമില്ലാത്ത ഒരു MP ഇന്ത്യയിൽ തന്നെ ഇല്ല എന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത്. ഞങ്ങള് ഈ ഏജൻസികളെ ഒന്നും വെച്ചിട്ടല്ല. BJPക്ക് സ്പേസ് ഉണ്ടാവുന്നത് BJP കഠിനാധ്വാനം ചെയ്തിട്ടാണ്. കോൺഗ്രസുകാരെ പോലെയോ CPM-കാരെ പോലെയോ രാഷ്ട്രീയ പ്രവർത്തനം ഒരു തമാശയായിട്ട് എടുക്കുന്നവരല്ല ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ടാണ് ഈ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ മത്സരിക്കണമെന്നുള്ള തീരുമാനം പാർട്ടി എടുക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് എന്തായാലും കുറച്ച് കഷ്ടപ്പെടേണ്ടി വരുമെന്ന് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം കാണുമ്പോൾ മനസ്സിലാവും. രാഹുൽ ഗാന്ധിക്ക് ഇത്തവണ ഒരു ഈസി വാക്ക് ഓവർ ഉണ്ടാവില്ല. ഞങ്ങള് എല്ലാ ശക്തിയും ഉപയോഗിച്ച് പോരാടും. രാഹുൽ ഗാന്ധിയെ പോലെ ഇത്രയും ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു MP ഇന്ത്യയിലില്ല. ഒരു ഉത്തരവാദിത്വവും ജനങ്ങളോടില്ലാത്ത ഒരു MPയാണ് രാഹുൽ ഗാന്ധി. ഇതോടൊപ്പം തന്നെ കൊടകര കള്ളപ്പണ കേസിനെ കുറിച്ചും അദ്ദേഹം ക്ഷുഭിതനായി സംസാരിച്ചിരുന്നു. തന്റെ പേരിൽ 367 കേസുകളുണ്ട്, എന്നാൽ ഇങ്ങനെയൊരു കള്ളപ്പണ കേസ് തന്റെ പേരിൽ ഇല്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് സുരേന്ദ്രൻ. തന്റെ പേരിലുള്ള 367 കേസുകളും കട്ടതിനോ പിടിച്ചുപറിച്ചതിനോ ഒന്നുമല്ല, മറിച്ച് സമരം ചെയ്തതിനാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയിൽ തന്നെ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ കേസുകളുള്ള വ്യക്തി താനാണെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. ഒരു കാര്യമില്ലാത്ത കാര്യം നിങ്ങൾ നിങ്ങൾക്ക് വേറെ ചോദിക്കാനില്ല. കാരണം അങ്ങനെ ഒരു കേസ് എന്റെ പേരിൽ ഇല്ല. നിങ്ങൾ കൊണ്ടുപോയ FIR ഞാനിത് 1000 വട്ടം പറഞ്ഞതാണ്. നിങ്ങളുടെ ദുരുദ്ദേശമാണിത്. കാരണം നല്ല ചോദ്യങ്ങൾ എന്തെങ്കിലും ചോദിക്കും. കെ സുരേന്ദ്രന്റെ പേരിൽ അങ്ങനെ ഒരു എന്റെ പേരിൽ 376 കേസുണ്ട്. ഞാൻ പറയാം, 376 കേസുണ്ട്. ആ കേസുകളെല്ലാം കട്ടതിനും പിടിച്ചു പറിച്ചതിനൊന്നുമല്ല, സമരം ചെയ്തിട്ടാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ കേസുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങൾ പറയുന്ന ഒരു കേസ് എന്റെ പേരിൽ ഇന്നേ വരെ ആരും ചാർജ് ചെയ്തിട്ടില്ല. എന്റെ പേരിൽ കാസർഗോഡ് ഒരു കേസുണ്ട്, അത് ജാനുവിന്റെ കേസ്. എന്റെ പേരിൽ മഞ്ചേശ്വരത്ത് ഒരു കേസുണ്ട്, സുന്ദരയുടെ കേസ്. നിങ്ങൾ ചോദിക്കുന്ന കേസ് എന്റെ പേരിൽ ഇല്ല. ഇല്ലാത്ത കേസിന്റെ പേരിൽ എന്നും ഇത് ചോദിച്ചുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് വേറെ നാണമൊന്നുമില്ല. അല്ലല്ല, BJPയുടെ അങ്ങനെ ഒരു കേസ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. നിങ്ങൾ എന്തിനാണ് ചോദിക്കുന്നത്? അങ്ങനെ ഒരു കേസ് എന്റെ പേരിലില്ല. 376 കേസുകളുണ്ട്. ഞാൻ നോമിനേഷൻ കൊടുക്കുമ്പോൾ ആ കേസുകളുടെ എല്ലാ വിവരങ്ങളും 4 പത്രങ്ങളിൽ 2 ചാനലുകളിൽ എല്ലാം കൊടുക്കുന്നുണ്ട്. അതൊക്കെ ആദ്യം നിങ്ങളൊന്ന് പരിശോധിച്ചിട്ട് വേണം എന്നോട് ഈ ചോദ്യങ്ങൾ ചോദിച്ചു.